തീവ്രമായ തണുപ്പുള്ള ഒരു ശീതകാല ദിവസം രണ്ട് പെൺകുട്ടികൾ മഞ്ഞു നിറഞ്ഞൊരു വഴിയിലൂടെ നടന്നു നീങ്ങുകയാണ്. തങ്ങളുടെ ജീവിതം എത്രത്തോളം മാറിമറിയാൻ പോകുന്നു എന്നവർ അപ്പോൾ ഒട്ടും തന്നെ അറിഞ്ഞിരുന്നില്ല. അവർ തികച്ചും വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഒരാൾ സമ്പന്നതയിൽ നിന്നും മറ്റേയാൾ ദാരിദ്ര്യത്തിൽ നിന്നും. എങ്കിലും വിധി അവരെ ഒന്നിച്ചെത്തിച്ചു. അതിശൈത്യം നിറഞ്ഞ ആ ഇടത്ത് പരസ്പരം താങ്ങാവാൻ അവർ നിർബന്ധിതരായി. തകർക്കാൻ കഴിയാത്ത സൗഹൃദത്തിന്റെ ഒരു സുദൃഢമായ ബന്ധവും ധൈര്യവും ഒടുങ്ങാത്ത ആത്മബലവും അവർ ഒന്നിച്ചു കണ്ടെത്തി. ഏവർക്കും നമസ്കാരം. സിനിമാ കഥയിലേക്ക് സ്വാഗതം. കൊറിയൻ ചരിത്രത്തിലെ വികാരനിർഭരമായ ഒരധ്യായത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട സ്നോയി റോഡ് എന്ന ചലച്ചിത്രത്തിന്റെ കഥയിലേക്കാണ് ഇന്ന് സിനിമാ കഥ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സോളിന്റെ ശാന്തമായ ഒരു കോണിൽ കോങ് എന്ന പേരുള്ള ഒരു വൃദ്ധ പതിറ്റാണ്ടുകളായി തന്നെ വേട്ടയാടുന്ന അതേ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിവിറച്ചുണർന്നു. അവർ ഒരു ചെറിയ ഗവൺമെന്റ് അപ്പാർട്ട്മെന്റിൽ തനിച്ചാണ് താമസിക്കുന്നത്. കമ്പിളി നൂലുകൾ തുന്നുന്നതിന്റെ പതുക്കെയുള്ള താളത്തിലാണ് അവരുടെ ദിവസങ്ങൾ കടന്നുപോകുന്നത് പോലും. എല്ലാ ദിവസവും രാവിലെ അവർ ജനലരികിലിരുന്ന് കൈകൊണ്ട് സ്വെറ്ററുകൾ തുന്നും. എല്ലാ ഉച്ചതിരിഞ്ഞും അവ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ലളിതമായൊരു ജീവിതമാണ് അവരുടേതെങ്കിലും അതിൽ അവർ സന്തോഷം കണ്ടെത്തിയിരുന്നു. അതവരുടേത് മാത്രമായിരുന്നു. ഒരു ദിവസം മാർക്കറ്റിൽ നിന്നും തിരിച്ചെത്തിയപ്പോ കോങ് തന്റെ മെയിൽ ബോക്സിൽ ഒരു കത്ത് കണ്ടു. മിനിസ്ട്രി ഓഫ് പേട്രിയറ്റ്സ് ആൻഡ് വെറ്ററൻസ് അഫയേഴ്സിൽ നിന്നുള്ളതായിരുന്നു അത്. അത് തുറക്കുമ്പോ അവരുടെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവരെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. മുൻപ് രാജ്യത്തിനു വേണ്ടി നിശബ്ദമായി സേവനമനുഷ്ഠിച്ച അവരുടെ പിതാവ് യുദ്ധകാലത്ത് കാണിച്ച ധീരതയ്ക്ക് ആദരിക്കപ്പെടാൻ പോവുകയാണ്. ആ വിവരം ആ ഓഫീസിൽ നിന്നും അവരറിഞ്ഞു. കോങ് അത് കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകളിൽ അഭിമാനത്തെക്കാൾ വലിയൊരു ഭാരമുണ്ടായിരുന്നു. അവിടെ നിന്നും ഇറങ്ങുമ്പോ തന്റെ സഹോദരൻ യോങ്ജുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നവർ പതുക്കെ ചോദിച്ചു. ആരുടെയും പക്കൽ ഉത്തരമുണ്ടായിരുന്നില്ല. ബസ് സ്റ്റോപ്പിൽ വെച്ച് അവർ സ്കൂൾ യൂണിഫോം ധരിച്ച തന്റെ അയൽക്കാരിയായ യുൻസു എന്ന പെൺകുട്ടിയെ കണ്ടു. വളരെ കാലം മുമ്പ് തങ്ങൾ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളുടെ എന്തെങ്കിലും വിവരങ്ങൾ തേടിയായിരുന്നു യുൻസുവും അതേ ഓഫീസിൽ വന്നിരുന്നത്. ഒരേ വേദന അനുഭവിക്കുന്ന തുടക്കത്തിലുള്ള ഒരാളും ഒരു ജീവിതകാലം മുഴുവൻ അതേ വേദന ചുമന്ന മറ്റൊരാളും ആ ഒരു ബസ് സ്റ്റോപ്പിൽ നിശബ്ദമായി ഒന്നിച്ചിരുന്നു. പതുക്കെ ഭൂതകാലം തെളിഞ്ഞു വരാൻ തുടങ്ങി. ലോകം ഇന്നത്തെ ലോകത്തേക്ക് മാറിമറിയുന്നതിന് മുമ്പ് ആ ഒരു കാലത്തേക്ക് കോങ്ങിന്റെ ഓർമ്മകൾ സഞ്ചരിച്ചു. അത് ജാപ്പനീസ് അധിനിവേശത്തിന്റെ കാലമായിരുന്നു. ഒരു ചെറിയ കൊറിയൻ ഗ്രാമത്തിൽ ചോയ് എന്ന 14-കാരി പെൺകുട്ടി എല്ലാ ദിവസവും രാവിലെ പുതുതായി ഇസ്തിരിയിട്ട വസ്ത്രങ്ങൾ അവിടുത്തെ ക്ലർക്കിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവൾ വാതിൽപ്പടിയിലൂടെ അകത്തെ ഊഷ്മളമായ വെളിച്ചത്തിലേക്ക് നോക്കും. വൃത്തിയുള്ള തറയും നല്ല ഫർണിച്ചറുകളും താൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജീവിതത്തിന്റെ ശാന്തമായ അന്തസ്സും അവൾ അവിടെ നോക്കിക്കാണും. ഒരു ദിവസം ക്ലർക്കിന്റെ മകൻ യോങ്ജു തന്റെ സൈക്കിളിൽ വീട്ടിലേക്ക് വന്നു. അവൻ ചോയെ കണ്ട് ലളിതവും ദയനിറഞ്ഞതുമായ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അവന്റെ സഹോദരി കോങ് അവന് പിന്നാലെയുണ്ടായിരുന്നു. രണ്ടുപേരും തിളങ്ങുന്ന ഷൂസുകളും വൃത്തിയുള്ള സ്കൂൾ യൂണിഫോമും ധരിച്ചിരുന്നു. ചോയ് അവർ പോകുന്നതും നോക്കി നിന്നു. അവളുടെ ഉള്ളിൽ ശാന്തമായ ഒരു ചെറിയ ആഗ്രഹം ജനിച്ചു. അവൾക്കും സ്കൂളിൽ പോകണം. അന്ന് രാത്രി അവൾ അത് തന്റെ അമ്മയോട് പറഞ്ഞു. അത് കേട്ടതും അമ്മ അത്ഭുതപ്പെട്ടു. ചോയുടെ അനിയൻ ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണത്തിന് കടുത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ അവളുടെ ഉള്ളിൽ നിന്നും ആഗ്രഹം മാഞ്ഞുപോയില്ല. പക്ഷെ അവൾക്ക് സ്കൂളിൽ പോവാൻ സാധിച്ചതുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചോയ് റോഡരികിൽ തനിച്ചിരുന്ന് പുഴുങ്ങിയ കിഴങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യോങ്ജു ആ വഴി അപ്പോൾ കടന്നുപോയി. അവൻ ആ സമയം അവളെ കണ്ട് അവിടെ നിന്നു. അവൻ അവളുടെ കൈകളിൽ എ ലിറ്റിൽ പ്രിൻസസ് എന്ന പുസ്തകത്തിന്റെ പഴകിയ ഒരു കോപ്പി കൊടുത്തു. എന്നിട്ട് അവൾക്ക് വായിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. വായിക്കാൻ അറിയില്ലായിരുന്നിട്ടും ചോയ് തലയാട്ടി. അതോടെ അവർക്കിടയിൽ ഒരു സൗഹൃദം ആരംഭിക്കുകയായിരുന്നു. അതിമനോഹരമായ ഒരു സൗഹൃദം. അതിന് കൃത്യമായ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നുമില്ല. കഥ വീണ്ടും ഓർമ്മകളിൽ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. കുട്ടിയായ യുൻസു വലിയ ബുദ്ധിമുട്ടിലാണ്. സ്കൂളിൽ വെച്ച് മോഷണം നടത്തിയതിന് അവൾ പിടിക്കപ്പെട്ടു. അവൾ മോഷ്ടിച്ചത് അത്യാഗ്രഹം കൊണ്ടോ എന്തെങ്കിലും മോഷ്ടിക്കണം എന്ന കൊതി കൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് അവളുടെ നിസ്സഹായാവസ്ഥ കൊണ്ടായിരുന്നു. പക്ഷെ അവളുടെ ടീച്ചർ ഒരു ദയയുമില്ലാതെ അവളെ ശകാരിച്ചു. സ്കൂളിൽ നിന്നും നിർത്തിപ്പോകാൻ പറയുകയും ചെയ്തു. ആ വാക്കുകൾ അവളിലാഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. അന്ന് വൈകുന്നേരം കോങ് തന്റെ ചെറിയ മുറിയിൽ തനിച്ചിരിക്കുകയായിരുന്നു. ആ സമയം കോങ്
കോങ് തന്റെ മുമ്പിൽ ഒരു പ്രേതത്തെ പോലെ അവളുടെ പഴയ കുട്ടിക്കാല രൂപം ഇരിക്കുന്നത് കണ്ടു. പഴയ കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് തളർന്ന കണ്ണുകളോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് തന്റെ ഭൂതകാലം ഇരിക്കുന്നു. പിതാവിന് ലഭിച്ച ആദരവിൽ കോങ് സന്തോഷവതിയാണോ എന്ന് ആ കൊച്ചു പെൺകുട്ടി മൃദുവായി ചോദിച്ചു. വർഷങ്ങളുടെ ഭാരമേറിയതായിരുന്നു കോങ്ങിന്റെ മറുപടി. അദ്ദേഹം രാജ്യത്തിനു വേണ്ടി എന്തൊക്കെയോ ചെയ്തു, പക്ഷേ നമ്മുടെ കുടുംബത്തിന് സങ്കടങ്ങൾ മാത്രമാണുണ്ടായത്. ആ ഓർമ്മ അവളെ വീണ്ടും പിന്നിലേക്ക് വലിച്ചു. ജാപ്പനീസ് സൈനികർ അധിനിവേശ കാലത്ത് അവരുടെ ഗ്രാമത്തിലേക്ക് മാർച്ച് ചെയ്തു വന്നു. അവർ യുദ്ധത്തിനായി ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി. അതിൽ യോങ്ജുവും ഉണ്ടായിരുന്നു. അവന്റെ അമ്മ അവരുടെ കാൽക്കൽ വീണ് യാചിച്ചു, പക്ഷേ സൈനികർ പിന്മാറിയില്ല. ചോയിയും കോങ്ങും ഒരു കുന്നിൻ മുകളിൽ ഒന്നിച്ചു നിന്ന് മഞ്ഞു നിറഞ്ഞ വഴിയിലൂടെ ആ ട്രക്ക് മറയുന്നത് നോക്കി നിന്നു. രണ്ടുപേരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ചോയ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോ അമ്മ അവളെയും അനിയനെയും ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ ഭൂഗർഭറയിൽ ഒളിപ്പിച്ചു. സൈനികർ അപ്പോഴും തിരച്ചിൽ നടത്തി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവരുടെ പിതാവിനെ അതിനോടകം തന്നെ സൈനികർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അദ്ദേഹം കൊറിയൻ പ്രതിരോധത്തിനു വേണ്ടി രഹസ്യമായി പ്രവർത്തിച്ചു. അദ്ദേഹത്തെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ വെച്ച് തന്റെ പിതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചതിന് ജാപ്പനീസ് അധ്യാപകൻ കോങ്ങിനെ ക്രൂരമായി മർദ്ദിച്ചു. അവൾ പക്ഷേ കരയാതെ അത് അത്രയും സഹിച്ചു. വീട്ടിലേക്കുള്ള വഴിയിൽ ജപ്പാൻ അഭയാർത്ഥികൾക്ക് വീടും സൗജന്യ വിദ്യാഭ്യാസവും നൽകുന്നുണ്ടെന്ന് താൻ കേട്ടതായി കോങ് ചോയിയോട് പറഞ്ഞു. ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടിയതിനാൽ താൻ അങ്ങോട്ട് പോയേക്കുമെന്നും അവൾ കൂട്ടിച്ചേർത്തു. തൊട്ടടുത്ത ദിവസം തന്നെ അവൾ യുദ്ധബാധിതരെ സഹായിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്നും സ്വയം സന്നദ്ധയായി പുറപ്പെട്ടു. വീട്ടിൽ ചോയും അമ്മയോട് അതേപ്പറ്റി പറഞ്ഞിരുന്നു. ജപ്പാനിലെ ജീവിതം ഇതിലും നല്ലതാണെന്നും അവിടെ ആളുകളോട് ദയോടെയാണ് ഇവരും പെരുമാറുന്നതെന്നും അവൾ വ്യക്തമാക്കി. അത് കേട്ട് അവളുടെ അമ്മയുടെ മുഖം കടുത്തു. അതൊക്കെ കള്ളമാണെന്ന് അവളുടെ അമ്മ പറഞ്ഞു. അതേപ്പറ്റി ചിന്തിച്ചു പോലും പോവരുത് എന്ന മട്ടിൽ അമ്മ ചൂടാവുകയും ചെയ്തു. പിന്നീട് വീട്ടിൽ അവശേഷിക്കുന്ന ചെറിയ സാധനങ്ങൾ വിൽക്കാൻ അമ്മ മാർക്കറ്റിലേക്ക് പോയി. ചോയും അനിയനും അമ്മയുടെ തിരിച്ചുവരവിനായി ദിവസം മുഴുവൻ കാത്തിരുന്നു. അപ്പോഴാണ് അവർക്ക് മുന്നിൽ ഒരു കാർ വന്നു നിന്നത്. അതിൽ നിന്നും ഇറങ്ങിയ ഒരു മനുഷ്യൻ വളരെയധികം സ്വാധീനിക്കുന്ന രീതിയിൽ അവരോട് സംസാരിച്ചു. അവർക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകാമെന്ന് അയാൾ പറഞ്ഞു. അവരെ ജപ്പാനിലേക്ക് കൊണ്ടുപോകാമെന്നും കൂട്ടിച്ചേർത്തു. ചോയ് തന്റെ അനിയന്റെ കൈപിടിച്ച് അവിടെ നിന്നും ഭയന്നോടി. എന്നാൽ അന്ന് രാത്രി കുട്ടികൾ വിശപ്പോടെ ഉറങ്ങുമ്പോ ആ മനുഷ്യൻ വീണ്ടും എത്തി. ഇരുട്ടിൽ അയാൾ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. നേരം പുലർന്നപ്പോ ചോയ് അവിടെ കാണാനില്ലായിരുന്നു. അവളുടെ അനിയൻ ശൂന്യമായ ആ അന്തരീക്ഷത്തിലേക്ക് നോക്കി ചോയുടെ പേര് വിളിച്ചു കരഞ്ഞു. ചോയ് ഉണരുമ്പോൾ അവൾ ചലിക്കുന്ന ഒരു ട്രെയിനിലായിരുന്നു. അതിന്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ചുറ്റും പെൺകുട്ടികളുടെ നിരകൾ തന്നെയുണ്ട്. എല്ലാവരും നിശബ്ദരും ഭയചകിതരുമാണ്. പെട്ടെന്ന് ട്രെയിൻ നിന്നു. കൂടുതൽ പെൺകുട്ടികളെ അതിലേക്ക് കയറ്റപ്പെട്ടു. അവരിൽ ഒരാളായി തനിക്ക് പരിചയമുള്ള ഒരു മുഖം ചോയ് കണ്ടു. അത് കോങ് ആയിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. താൻ സ്വയം സന്നദ്ധിയായി വന്നതാണെന്നും എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നും കോങ് സൈനികരോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആരും അത് കേൾക്കുന്നേയുണ്ടായിരുന്നില്ല. കോങ്ങിന്റെ ഭയം കണ്ടപ്പോ ചോയുടെ ഉള്ളിലെ ഭയവും ഇരട്ടിച്ചു. അവൾ ട്രെയിനിന്റെ ചുവരിലെ ചെറിയൊരു വിടവിലൂടെ മുഖം ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നോക്കി. ലോകം വേഗത്തിൽ കടന്നു പോകുന്നത് അവൾ കണ്ടു. പർവ്വതങ്ങൾ, വയലുകൾ, തനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വഴികൾ. അവൾ തന്റെ അമ്മയെക്കുറിച്ചോർത്തു, തന്റെ സഹോദരനെ കുറിച്ചോർത്തു. തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ ചോയുടെ അമ്മ വീട്ടിലെത്തിയപ്പോ കുട്ടികൾ അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഒരു കത്തോ അടയാളമോ ഒന്നുമില്ല. ആകെ ശൂന്യത മാത്രം. ആ പെൺകുട്ടികളാകട്ടെ അകലെയുള്ള ഒരു സൈനിക ക്യാമ്പിലേക്കായിരുന്നു കൊണ്ടുപോകപ്പെട്ടത്. അവിടെ എത്തിയ അവരെ ചെറിയ പൂട്ടിയ മുറികളിൽ പാർപ്പിക്കപ്പെട്ടു. അവർക്ക് അവിടെ കഴിയുകയല്ലാതെ മറ്റു വഴികളുമില്ലായിരുന്നു. യാഥാർത്ഥ്യത്തിൽ ആ ക്യാമ്പ് ആ പെൺകുട്ടികളെ സൈനികരുടെ ലൈംഗികാവശ്യങ്ങൾക്കും മറ്റുമായി നിർബന്ധിതമായി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവർ ഗർഭിണികളാകാതിരിക്കാൻ പൂർണ്ണമായും അവരുടെ മാതൃത്വം വരെ ഇല്ലാതാക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ കഴിക്കാൻ അവർ നിർബന്ധിതരായി. യുവാക്കൾ യുദ്ധത്തിൽ പോരാടി മരിക്കുമ്പോൾ കൊറിയയുടെ അതുപോലുള്ള കുറേയധികം പുത്രിമാർ ലോകം പതിറ്റാണ്ടുകളോളം അറിഞ്ഞിട്ടും മിണ്ടാതിരുന്ന ആ ഒരു നിശബ്ദതയിൽ വേദന തിന്നുകയായിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് തിരികെയെത്തുന്നു. കോങ് വീണ്ടും പതിവായി കാണുന്ന ദുസ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. അവളുടെ ഭൂതകാല രൂപം ഇരുട്ടിൽ അവൾ കരികിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു ഹാലൂസിനേഷൻ എന്ന പോലെ, ഒരു ശാന്തമായ നിഴൽ പോലെ നോക്കിക്കൊണ്ട്. വീണ്ടും ഓർമ്മകൾ കോങ്ങിനെ ഭൂതകാലത്തിലേക്ക് വലിച്ചിഴച്ചു. അന്നൊരു ദിവസം ക്യാമ്പിൽ വെച്ച് ഒരു സൂപ്പർവൈസർ അവളെ കുട്ടികളുണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കുന്ന മരുന്നുകൾ കഴിക്കാൻ നിർബന്ധിച്ചു. അന്ന് രാത്രി ആ സങ്കടത്തിന്റെ ഭാരം കോങ്ങിനൊറ്റയ്ക്ക് താങ്ങാൻ കഴിയാതെ വന്നപ്പോ അവളെ
സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ചോയ് ചുമതലപ്പെടുത്തപ്പെട്ടു. ഇനി എങ്ങനെ മുന്നോട്ടു പോകും, എന്ത് ചെയ്യും എന്നതെനിക്കറിയില്ലെന്ന് കോങ്ങ് ചോയോട് പതുക്കെ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ചോയ് ഉണരുമ്പോൾ കോങ്ങിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ പുറത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നത് ചോയ് കണ്ടു. ചോയ് അവളെ തടയാൻ ശ്രമിച്ചു. പക്ഷേ സൈനികർ അപ്പോഴേക്കും അവരെ പിടികൂടി വീണ്ടും അകത്തിട്ട് പൂട്ടി. തണുപ്പുള്ള രാത്രികളിൽ പെൺകുട്ടികൾ ചുവരുകളിലൂടെ പരസ്പരം സന്ദേശങ്ങൾ തട്ടിയറിയിച്ചു. ഇരുട്ടിലെ ആ ചെറിയ ശബ്ദങ്ങൾ തങ്ങളിപ്പോഴും അവിടെയുണ്ടെന്നും ജീവനോടെയുണ്ട് എന്നുള്ളതിന്റെയും തെളിവുകളായിരുന്നു. പതുക്കെ ഇതിനിടയിലെല്ലാം ചോയും കോങ്ങും വലിയ സുഹൃത്തുക്കളായി മാറി. അവർക്ക് പരസ്പരം ജീവിക്കാൻ അവശേഷിക്കുന്ന കാരണങ്ങളായി മാറി. അങ്ങനെയിരിക്കെ ശാന്തമായൊരു രാത്രിയിൽ ചോയ് തന്റെ കയ്യിലുണ്ടായിരുന്ന എ ലിറ്റിൽ പ്രിൻസസ് എന്ന പുസ്തകത്തിന്റെ ആ പഴയ കോപ്പി കോങ്ങിന്റെ കൈകളിൽ വെച്ചു കൊടുത്തു. തനിക്ക് വായിക്കാൻ പഠിപ്പിച്ചു തരുമോ എന്നവൾ കോങ്ങിനോട് ചോദിച്ചു. അങ്ങനെ അവശേഷിച്ച ചെറിയൊരു പ്രതീക്ഷയുടെ വെളിച്ചത്തിൽ കോങ് അവളുടെ അധ്യാപികയായി മാറി. ഒരു ദിവസം ഉച്ചയ്ക്ക് മുറ്റത്ത് വസ്ത്രങ്ങൾ ഉണക്കാനിടുമ്പോ ചോയ് അടുത്തേക്ക് വന്ന് പതുക്കെ മന്ത്രിച്ചു. കൊറിയൻ അതിർത്തി അവിടെ നിന്നും അധികം ദൂരെയല്ലെന്ന് അവൾ കേട്ടത്രേ. ഒരുപക്ഷെ ശരിയായ നിമിഷത്തിനായി കാത്തിരുന്നാൽ അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകാം. ആ കുട്ടികളുടെ കണ്ണിൽ ഒരു പ്രതീക്ഷ ഉണർന്നിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഒരു ദിവസം വൈകിട്ട് ഫോൺ ബെല്ലടിക്കുകയാണ്. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. യുൻസു വീണ്ടും ഏതോ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ്. അനാഥയായ അവൾക്ക് വിളിക്കാൻ മറ്റാരുമില്ലായിരുന്നു. അതുകൊണ്ടാണ് കോങ്ങിനെ വിളിച്ചത്. പ്രായമേറെയായെങ്കിലും കോങ് അങ്ങോട്ടേക്ക് പോയി. യുൻസുവിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താതെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. യുൻസുവിന്റെ ജീവിതം ഇരുളടഞ്ഞതും ലക്ഷ്യമില്ലാത്തതുമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കൊരു വെളിച്ചമാകാൻ കോങ് തീരുമാനിച്ചു. പണ്ട് ചോയ് കോങ്ങിന് വെളിച്ചമായതുപോലെ കഥ വീണ്ടും പഴയകാലത്തിലേക്ക് പോകുന്നു. ക്യാമ്പിൽ ജാപ്പനീസ് സൈന്യം അവർ കൊറിയൻ പെൺകുട്ടികളെ ക്രൂരമായി ഉപദ്രവിച്ചതിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ ആരംഭിച്ചിരുന്നു. യുദ്ധം ഏറെക്കുറെ അവസാനിക്കുന്നു എന്ന ഘട്ടമാണ്. അവർ പെൺകുട്ടികളെ നഴ്സുമാരുടെ യൂണിഫോം ധരിപ്പിച്ചു. അവർ ആതുര സേവനം മാത്രമാണ് ചെയ്തത് എന്ന തെളിവിനായി ഫോട്ടോകൾ എടുത്തു. ക്യാമ്പ് ഒരു സാധാരണ സ്ഥാപനമാണെന്ന് വരുത്തി തീർക്കാനും തങ്ങൾ ചെയ്ത ക്രൂരതകൾ പുറം ലോകം അറിയാതിരിക്കാനും വേണ്ടിയായിരുന്നു അവർ അത്തരത്തിൽ പ്രവർത്തിച്ചത്. പിന്നീട് ഒരു രാത്രിയിൽ സൈനികർ സംസാരിക്കുന്നത് കോങ് മറന്നു നിന്ന് കേട്ടു. ഉത്തരവുകൾ വന്നിട്ടുണ്ട്. ആ ക്യാമ്പ് പൂട്ടാൻ പോവുകയാണ്. അത് കേട്ടതും തങ്ങളൊടുവിൽ നാട്ടിലേക്ക് പോവുകയാണ് എന്ന് കോങ് വിശ്വസിച്ചു. ഒരു ചെറിയ ആഘോഷം അവിടെ നടക്കുന്നുമുണ്ട്. എന്നാൽ കോങ് സൂപ്പർവൈസർ സൈനികരുമായി മൂലയിലിരുന്ന് രഹസ്യം പറഞ്ഞത് ശ്രദ്ധിച്ചു. അത് കേട്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു തണുപ്പ് കടന്നുപോയി. ആഘോഷം അവസാനിച്ചതും പെൺകുട്ടികളെ വരിവരിയായി പുറത്തേക്ക് നിർത്തി. കോങ് ചോയിയെ അരികിലേക്ക് ചേർത്തു പിടിച്ച് ശ്വാസമടക്കി നിന്നു. എന്തോ കുഴപ്പമുണ്ട്, സൂപ്പർവൈസർ അവിടെ കാണുന്നില്ല. ഇതാണ് നമ്മുടെ അവസരം, അവൾ പറഞ്ഞു. നിശബ്ദമായി അവരിരുവരും ഇരുട്ടിന്റെ മറവിൽ മാറി. നിമിഷങ്ങൾക്കകം അവർക്ക് പിന്നിൽ വെടിയൊച്ചകൾ മുഴങ്ങിക്കേട്ടു. അവരുടെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികൾ കൊല്ലപ്പെടുകയായിരുന്നു. അവർ തിരിഞ്ഞു നോക്കിയില്ല. അവർ മുന്നോട്ടോടി, ഓടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ നേരം പുലർന്നപ്പോ ഒരുപാട് കാലത്തിനു ശേഷം ആദ്യമായി സൂര്യപ്രകാശം അവരുടെ മുഖങ്ങളിൽ പതിച്ചു. വേദനയ്ക്കിടയിലും സന്തോഷിക്കാൻ അവർ ശ്രമിച്ചു. നാട്ടിലെത്തുമ്പോ ചോയ്ക്ക് യോങ്ജുവിനെ വിവാഹം കഴിക്കാമല്ലോ എന്ന് കോങ് പുഞ്ചിരിയോടെ സൂചിപ്പിച്ചു. അതവളെ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ ഒരു വ്യക്തിയാക്കി ആ നിമിഷം മാറ്റി. താൻ എപ്പോഴും നിധി പോലെ സൂക്ഷിച്ചിരുന്ന സ്കൂളിലെ കോട്ട് ചോയ്ക്ക് നൽകാമെന്നും കോങ് വാഗ്ദാനം ചെയ്തു. ചോയ് പതുക്കെ തലകുലുക്കി. കൂട്ടത്തിൽ നാട്ടിൽ തിരിച്ചെത്തിയാൽ അവിടെ നടന്നതിനെക്കുറിച്ച് ആരോടും ഒരിക്കലും സംസാരിക്കില്ലെന്നും അവർ പരസ്പരം പ്രതിജ്ഞ ചെയ്തു. അവർ അനുഭവിച്ച വേദനകൾ ഉള്ളിലൊതുക്കി അവർ മുമ്പോട്ടു പോകും. അവർ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചോയ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കോങ്ങിന്റെ തോളിൽ വലിയൊരു കറുത്ത പാട്. അവളുടെ നെഞ്ച് തകർന്നു പോയി. രക്ഷപ്പെടുന്നതിനിടയിൽ കോങ്ങിന് വെടിയേറ്റിരുന്നു. രക്തം കട്ട പിടിച്ച് കറുത്ത നിറത്തിലേക്ക് മാറിയിരിക്കുന്നു. അത്ര നേരം അങ്ങനെ പോന്നിട്ടും അതുവരേക്കും കോങ്ങൊന്നും പറഞ്ഞിരുന്നില്ല. അവൾ ചോയ്ക്കു വേണ്ടി അതൊന്നും അറിയിക്കാതെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോങ്ങിനിയും മുന്നോട്ടു പോകാൻ കഴിയുമായിരുന്നില്ല. അവൾ മഞ്ഞിലിരുന്നു. പെയ്യുന്ന മഞ്ഞ് തന്റെ അമ്മ പണ്ടുണ്ടാക്കി തന്നിരുന്ന പഞ്ഞത്തുണികളെ അവളെ ഓർമ്മിപ്പിച്ചു. അവൾ അത് പറയുകയും ചെയ്തു. തനിക്ക് തളർച്ച തോന്നുന്നുവെന്നും വിശ്രമിക്കണമെന്നും അവൾ ചോയോടായി പറഞ്ഞു. ക്യാമ്പിലെ ഒരു ചെറിയ ഫോട്ടോ അവൾ ചോയുടെ കൈകളിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ അവസാന ശ്വാസത്തിൽ പതുക്കെ മന്ത്രിച്ചു, ഒരിക്കലും എന്നെ മറക്കരുത്, ഒന്നും മറക്കരുത്. അതിനുശേഷം അവൾ ഇല്ലാതായി. ലോകത്തോട് വിട പറഞ്ഞു പോയി. ചോയ് തനിച്ചായി. വിശപ്പും ദാഹവും സങ്കടവും കൊണ്ട് അവളുടെ ഉള്ളുരുകി. അവൾക്ക് പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അവൾ മുന്നോട്ട് നടന്നു. ദിവസങ്ങളോളം അവൾ നടന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു ഗ്രാമം അവളുടെ മുന്നിൽ തെളിഞ്ഞു. അപ്പോഴേക്കും അവൾ അവിടം വിട്ട് പോന്നിട്ട് ഒരു വർഷം മുഴുവനായി കടന്നുപോയിരുന്നു. തെരുവുകൾ നിശബ്ദ
നിശബ്ദവും തകർന്നതുമായി തീർന്നിരുന്നു. അവളുടെ വീട് ശൂന്യമായി കിടന്നു. അമ്മയുടെയോ അനിയന്റെയോ യാതൊരു അടയാളവും ഉണ്ടായിരുന്നില്ല. അവർ എന്നേക്കുമായി അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. യുദ്ധത്തിനു ശേഷം ഗവൺമെന്റ് ഓഫീസുകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ചോയുടെ പേര് പക്ഷേ ഒരു രേഖയിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ കോങ്ങിന്റെ പേരുണ്ടായിരുന്നു. കോങ്ങിന്റെ കാര്യം എല്ലാം അറിയാവുന്ന ചോയ് കോങ് എന്ന ഐഡന്റിറ്റി അവിടെ വെച്ച് സ്വീകരിച്ചു. തന്റെ ബാക്കി ജീവിതം ചോയ് പിന്നീട് ജീവിച്ചത് കോങ്ങിന്റെ ഐഡന്റിറ്റിയിലാണ്. അവളുടെ പേര് തന്റെ കൂടെ ചേർത്ത് അവളുടെ ഓർമ്മകളെ ജീവനോടെ നിലനിർത്തി അത്രമേൽ പ്രായമാവുന്നവരെ അവൾ തുടർന്ന് ജീവിച്ചുകൊണ്ടേയിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. അപ്പോഴാണ് വ്യക്തമാകുന്നത് കഥാരംഭത്തിൽ കോങ് എന്ന് പറഞ്ഞിരുന്ന നമ്മൾ അറിഞ്ഞിരുന്ന ആ വൃദ്ധ യഥാർത്ഥത്തിൽ ചോയ് ആയിരുന്നു. കോങ്ങിന്റെ ഐഡന്റിറ്റി സ്വീകരിച്ചിരുന്ന ചോയ് എന്ന ആ പെൺകുട്ടി അത്രനാളും ആരോടും പറയാതിരുന്ന തന്റെ ജീവിതത്തിലെ ആ രഹസ്യങ്ങൾ അവൾ യുൻസുവിനോട് തുറന്നു പറഞ്ഞു. താൻ നിർബന്ധിതയായതുപോലെ സത്യത്തിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടരുതെന്നും അത് ജീവിതം മുഴുവൻ വലിയ ഭാരമാവും നൽകുക എന്നും അവൾ ആ പെൺകുട്ടിയെ ഉപദേശിച്ചു. തന്റെ തെറ്റ് തിരുത്തണം എന്നും ആ നിമിഷം ചോയ്ക്ക് തോന്നി. അന്ന് തന്നെ അവൾ ഗവൺമെന്റ് ഓഫീസിൽ പോയി തന്റെ കഥ അത്രയും പറഞ്ഞു. ഓഫീസർ അത് വിശദമായി കേട്ടു. ഒടുവിൽ അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റിയും പേരും വീണ്ടെടുക്കാൻ അദ്ദേഹം ചോയെ സഹായിച്ചു. യഥാർത്ഥ കോങ്ങിന്റെ പേരിൽ മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും ചെയ്തു. കോങ്ങിന് അതോടെ മോക്ഷം കിട്ടുമെന്നും തനിക്ക് സമാധാനമാകുമെന്നും ചോയ് അതോടെ ദീർഘനിശ്വാസം എടുത്തു. താൻ ഇത്രയും കാലം തനിച്ചാണ് ജീവിച്ചിരുന്നത് എന്നായിരുന്നു ചോയ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ കോങ് ഒരിക്കലും അവളെ വിട്ട് പോയിരുന്നില്ല. ഓരോ ദുസ്വപ്നത്തിലും ജനലിനരികിലിരുന്ന് തുന്നിയ ഓരോ സ്വെറ്ററിലും ഓരോ ശാന്തമായ രാവിലെയിലും അവൾ അവിടെയുണ്ടായിരുന്നു, ഒരു ആത്മാവെന്ന പോലെ. ഒടുവിൽ കോങ്ങിന്റെ ആത്മാവിന് ബൈ പറയാനുള്ള സമയമെത്തിയിരിക്കുന്നു. ചോയിയാകട്ടെ യുൻസുവിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അവർ ഒന്നിച്ച് പുതിയൊരു ജീവിതം തുടങ്ങി. അധികം വൈകാതെ ഗവൺമെന്റ് ഓഫീസർ മറ്റൊരു വാർത്തയുമായി തിരിച്ചെത്തി. കാണാതായ കോങ്ങിന്റെ സഹോദരൻ യോങ്ജുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ ജപ്പാനിൽ ജീവനോടെയുണ്ട്. തന്റെ കുടുംബത്തെക്കുറിച്ച് അവനൊരു വിവരവും കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് യോങ്ജു നാട്ടിലേക്ക് വരാതിരുന്നത്. ചോയിരുന്ന് യോങ്ജുവിനൊരു കത്തെഴുതി. അവൾ സ്വന്തം കൈകൊണ്ട് അവനൊരു സ്വെറ്റർ തെന്നിയെടുത്തു. കത്തിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു: നീ ജീവനോടെയുണ്ട് എന്നറിയുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഇപ്പോഴും നീ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, അതിന് നന്ദി. അന്നു മുതൽ പതിറ്റാണ്ടുകളായി എല്ലാ രാത്രിയിലും അവളെ തേടിയെത്തിയിരുന്ന ആ ദുസ്വപ്നം പിന്നീട് വരാതായി. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന മഞ്ഞിലൂടെ സഞ്ചരിച്ച് ആ നീണ്ട ദുർഘടം പിടിച്ച പാത അവസാനിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഈ സിനിമ കൊറിയയിലെ വീടുകളിൽ നിന്നും വേർപെടുത്തപ്പെടുകയും ആരും അനുഭവിക്കാൻ പാടില്ലാത്ത ദുരിതങ്ങൾ സഹിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്ത പെൺകുട്ടികളുടെ യഥാർത്ഥവും വികാരനിർഭരവുമായ ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. യുദ്ധം എത്രമേൽ ഭീകരതയാണ് ഒരു സമൂഹത്തിന് സമ്മാനിച്ചത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.